അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നത് സ്വാമിയപ്പ റോഡ് വഴിയാണ്. ഈ സ്വാമിയപ്പ റോഡ് എങ്ങനെ ഉണ്ടായിന്നറിയോ? അതിൻ്റെ പിന്നെ ഒരു കഥ ഉണ്ട്. 1975 മേരിലാൻഡ് സ്റ്റുഡിയോസ് സ്വാമിയപ്പൻ സിനിമ പുറത്തിറക്കുന്നത്. സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ അതിലുണ്ടായിരുന്നു. ഹരിവരാസനം ഇത്രത്തോളം ജനകീയമാകാനും ഒപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ ആഴത്തിൽ പതിയാനും ഈ സിനിമ ഒരു കാരണമായി എന്നുള്ളതാണ്. രസകരമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിലുള്ള അണിയറ പ്രവർത്തകരും അതുപോലെ കലാകാരന്മാരും ഒക്കെ യാതൊരു പ്രതിഫലവും വാങ്ങാതെയാണ് ഒരു സമർപ്പണമായിട്ടാണ് ഇതിൽ പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നതെന്നുള്ളതാണ്. സിനിമ വൻ ഹിറ്റായി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രസിദ്ധമായി. അതിൽ നിന്ന് ലഭിച്ച പണമൊക്കെ ഇവരെ ശബരിമലയിലേക്ക് ശ്രീധർമ്മശാസ്താവിന് സമർപ്പിക്കാനുണ്ടായത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ 3 കിലോമീറ്റർ സ്വാമിയപ്പൻ റോഡ്, അതുപോലെ വിശ്രമ കേന്ദ്രങ്ങള്, ജലസംഭരണികള്, വൈദ്യുതീകരണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഫണ്ട് കൊണ്ട് ചെയ്തു വന്ന എന്നുള്ളതാണ് പ്രത്യേകത. ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഈ ശബരിമല യാത്ര കഴിഞ്ഞ് ഞാൻ അയ്യനെ കണ്ട് തിരിച്ചു പോകുന്നത് ഈ മഹത്തായ സ്മരണകൾക്ക് മുന്നിൽ കുമ്പിട്ടുകൊണ്ടാണ്.